ഹായ് ഗായ്സ്, വെൽക്കം ടു വ്യൂസ് വിത്ത് APK. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആമസോണിൽ ഒരു 1.5 മാസങ്ങൾക്കൊക്കെ മുമ്പ് റിലീസ് ചെയ്ത ഫോൾ ഔട്ട് എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്. ഒരു സൈഫൈ ബ്ലാക്ക് കോമഡി ജോണറിലൊക്കെ വരുന്നൊരു സീരീസ്. അതിന് വിശേഷമാണ്. സോ ഒരു സൈഫൈ ബ്ലാക്ക് കോമഡി സീരീസ് ആണ് ഫോൾ ഔട്ട്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജൊനാഥൻ നോളനാണ്, ക്രിസ്റ്റഫർ നോളൻ്റെ ബ്രദർ. സോ ഇത് എന്തുകൊണ്ടാണ് ഈ ആമസോണിൽ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ആമസോണിൽ വളരെ നല്ലൊരു സീരീസ് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് ആമസോണിൽ ഇത്. സോ വളരെ എൻഗേജിങ് ആണ് സീരീസ്. ഞാൻ കണ്ടു 8 എപ്പിസോഡാണുള്ളത്. ഭയങ്കര എൻഗേജിങ് ആണ്. സോ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് 200 വർഷങ്ങൾക്ക് ശേഷം 200 ഇയേഴ്സിന് ശേഷം തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സോ അപ്പോൾ ഒരു 3 ക്യാരക്ടേഴ്സ്, ബേസിക്കലി ഒരു 3 ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. പിന്നെ പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിമിന്റെ അഡാപ്റ്റേഷൻ ആണ് കേട്ടോ. ഞാൻ ഈ ഗെയിം കളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഗെയിം ആണോ നല്ലത് ഇതാണോ നല്ലത് ഒന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കറിയില്ല അത്. പക്ഷെ ഇത് എനിക്ക് കണ്ടെടുത്തോളം ആസ് എ വ്യൂവർ ഭയങ്കര എൻഗേജിങ് ആണ് ഈ സീരീസ്. കാരണം ഒരു ഡിഫറെന്റ് വേൾഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ 3 ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് പോകുന്നത്. അതായത് പീപ്പിൾ വാൾട്ട് ഡെല്ലേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അതായത് ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ മുമ്പ് വലിയ കാശുകാരായിട്ടുള്ളവർ വാൾട്ടിലൊക്കെ താമസിച്ചു. അപ്പോൾ അവർക്ക് അറിയത്തില്ല സർഫസിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സർഫസിന്റെ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ വാൾട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും ജീവിച്ച കുറച്ച് ആളുകൾ വാൾട്ട് ഡെല്ലേഴ്സ്. പിന്നെ സർഫസ് ഡെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്ലോഷനൊക്കെ അതിജീവിച്ച് അവിടെ അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യർ. പിന്നെ ഈ എക്സ്പ്ലോഷൻ കാരണം സോംബീസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ള മനുഷ്യരുണ്ട്. സോ അങ്ങനെ കുറച്ച് അപ്പം ഈ വാൾട്ട് താമസിക്കുന്നവർ, സർഫസിൽ താമസിക്കുന്നവർ, പിന്നെ വേസ്റ്റ് ലാൻഡ്. അപ്പൊ ഈ വേസ്റ്റ് ലാൻഡിലും സർഫസിലൊക്കെ ആയിട്ടുള്ളവരാണ് സോംബീസും, പിന്നെ നൈറ്റ്സ്, ചില റൈഡേഴ്സ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പൊ ഇതിലെ 3 ക്യാരക്ടേഴ്സ് ബേസിക്കലി വൺ ഫ്രം ദ വേസ്റ്റ് ലാൻഡ്, അതൊരു സോംബിയാണ്. ആൻഡ് പിന്നെ വാൾട്ട് ഡെല്ലേഴ്സ്, അതാണ് നായിക നമ്മുടെ. പിന്നെ സർഫസ് ഡെല്ലേഴ്സിൽ അതിലെ ഈ നൈറ്റ്സ്, അതായത് ഈ ഒരു പോലീസ് പോലെയൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു ആള്. അതും അവരും പവർ, ബാക്കിയുള്ള ജനതയുടെ പവർ കൈയടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു നോക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അതിലെ മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ. സോ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണ് നായകൻ. സോ ഇങ്ങനെ 3 പീപ്പിളിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഭയങ്കര എൻഗേജിങ് ആണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. മാത്രമല്ല എനിക്കൊരു 3-4 മലയാളം ഫിലിംസ് ഞാൻ ഈ അടുത്തിടെ കണ്ടു, ആമസോണിലായിട്ടും വെബ്സൈറ്റിലായിട്ടും. സോ എനിക്ക് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം നമുക്ക് ഇത് തിയേറ്ററിലൊന്നും എനിക്ക് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര ഒരു ഡ്രാമ അല്ലെങ്കിൽ ഹൊറർ മോഡിൽ വരുന്ന, പിന്നെ ഡ്രാമ കുറച്ച് ത്രില്ലർ മോഡിൽ വരുന്ന ഒരു 3-4 പടങ്ങൾ. അതിലെ ഫസ്റ്റ് മൂവിയാണ് ആട്ടം എന്ന് പറയുന്നത്. 2023 ഇറങ്ങിയ മൂവിയാണ്. ഈ അടുത്തിടെ 47th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് മൂവിയുടെ. നിങ്ങൾ കാണണം, അത് നൈസ് എന്ന് പറഞ്ഞ നൈസ് മൂവിയാണ്. സോ അതൊന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മിഥുൻ മാനുവലിലാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതൊരു ഹൊറർ മൂവിയാണ്, അജു വർഗീസിന്റെ. അത് 2. പിന്നെ ഇലവീഴ പൂഞ്ചിറ, പക്ക ഒരു ഡ്രാമ മൂവി, സൗത്ത് ഇന്ത്യൻ മൂവിയാണ്. വളരെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഇങ്ങനത്തെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള നല്ല നല്ല മൂവീസ് ഇറങ്ങുന്നുണ്ട്. ഇത് തിയേറ്ററിലേക്ക് എത്രത്തോളം ഓടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര എൻഗേജിങ് ആണ്. ഈ 3 ആദ്യം പറഞ്ഞ ഈ 3 ആമസോണിലുണ്ട്. പിന്നെ ഞാൻ ഓ ബേബി എന്ന് പറഞ്ഞിട്ടൊരു മൂവി കണ്ടു ഇന്നലെ, ദിലീഷ് പോത്തന്റെ. അതൊരു ഡ്രാമ ജോണറിൽ വരുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇങ്ങനെ ഒരു 4 മൂവിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫോൾ ഔട്ട് എന്ന് പറയുന്ന സീരീസ് കാണുക. ഈ 4 മൂവീസും ഭയങ്കര എൻഗേജിങ് ആണ്, മലയാളം മൂവീസ്. സോ അതും കാണുക. മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും മൂവീസ് ഏതെങ്കിലും ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. ഇപ്പം എനിക്കും കാണാമല്ലോ ആ മൂവീസൊക്കെ. സോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു മൂവി റിവ്യൂ അല്ലെങ്കിൽ അടുത്തൊരു സീരീസ് റിവ്യൂസിൽ വരുന്നതിന് വരെ ബൈ.